ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇപ്രകാരം ചെയ്തിരുന്നു. പാക്കിൽ, അതായത് കോട്ടയം ജില്ലയിൽ പാക്കിൽ എന്ന സ്ഥലത്ത്, അതിൻ്റെ അടുത്ത് പൂവൻതുരുത്ത് എന്ന ഗ്രാമത്തിൽ പാസ്റ്റർ ബാബു ജോൺ എന്ന ഒരു സുവിശേഷ പ്രവർത്തകൻ, അദ്ദേഹം സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുകയാണ്. സഹോദരനാണ് അദ്ദേഹത്തെ നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ, ഞാനും ഡോക്ടർ OJ ജോൺ സാറും അവിടെ ചെല്ലുമ്പോൾ, ഈ സഹോദരൻ വളരെ ദുഃഖിതമായ ഒരു സാഹചര്യത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ആളുകൾ ശ്രദ്ധിച്ചു. ഏതാണ്ട് 10-12,000 ആളുകൾ കണ്ട വീഡിയോയിൽ ചില ആളുകൾ സഹായ ഹസ്തങ്ങളുമായി മുമ്പോട്ട് വന്നു. ആ പൈസ കളക്ട് ചെയ്ത് ഇന്നലെ, അതായത് 1-ാം തീയതി ഡിസംബർ, ഈ പൈസ കൊണ്ട് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇത് യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ കൗൺസിൽ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആണ് ഈ പൈസ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിൻ്റെ പ്രസിഡൻറ്റ് ശ്രീ ബാബു പറയത്തുകാട്ടിൽ, അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ KP രാജു, ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പുന്നൂസ് തൊടുപുഴ, അങ്ങനെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഡോക്ടർ OJ ജോൺ സാറ്. ഞങ്ങൾ അവിടെ ചെന്നു, ആ ഭവനത്തിലുള്ളവരെ കണ്ടു, ആ പൈസ കൈമാറുവാനായിട്ട് ഇടയായിത്തീർന്നു. പല ആളുകളും മുമ്പോട്ട് വെക്കുന്ന ഒരു ചോദ്യം, നമ്മൾ തരുന്ന ഒരു പൈസ കൃത്യമായി ഇവരുടെ കയ്യിൽ എത്തുമോ എന്നുള്ളൊരു വലിയ സംശയം ആളുകൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ പൈസ തന്ന ആളുകൾ ഏതാണ്ട് ഒരു 16 പേര് ചേർന്നാണ് ഈ പൈസ തന്നിട്ടുള്ളത്. വലുതും ചെറുതുമായ തുകകൾ അവർ, ചിലർ 200 രൂപ തന്നവരുണ്ട്, ചിലർ 10,000 രൂപ തന്നവരുണ്ട്. ഞാൻ ജസ്റ്റ് അവരുടെ പേരൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരും അവരുടെ പേരുകൾ പുറത്ത് അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും ഞങ്ങൾ ഈ പൈസ കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി, ഇത്ര രൂപ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ള ഒരു വിവരം അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് പ്രൊഫസർ ആലീസ് മാണി, എറണാകുളം. സിസ്റ്റർ ഡെയ്സി സിസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരി CB കുര്യൻ, എബ്രഹാം വർഗീസ് K, കുഞ്ഞുമോൻ A കുരുവിള, ബോബി സെബാസ്റ്റ്യൻ, ബെന്നി അയർലൻഡ്, തങ്കയ്യൻ, ഷാജി പിള്ള, വർഗീസ് മാത്യു, ഇവാഞ്ചലിസ്റ്റ് K വർഗീസ് USA, ലത CS, റോയി വർഗീസ്, സാബു ജേക്കബ് UK, പാസ്റ്റർ ഷാജി V ജോസഫ് പൂക്കാട്ടുപടി, ബ്രദർ വിൻസെൻ്റ്. 60,000 രൂപ പൈസയായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് 2 പേരെയും കൂടെ അവിടെ ആക്കി, ഈ പണം കൃത്യമായി തന്നെ ഈ സഹോദരന് വിനിയോഗിക്കപ്പെടണം, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനതിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു ഈ പൈസ തന്ന ഈ 16 വ്യക്തികളോടും, അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്തവരോടും, അതോടൊപ്പം ഇതിൽ പങ്കാളികളായി തീർന്ന യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ കൗൺസിലിൻ്റെ പ്രസിഡൻറ്റ് ബാബു സാറിനോടും, ബ്രദർ പുന്നൂസ് തൊടുപുഴയോടും, KP രാജൻ പാസ്റ്ററോടും മറ്റ് പ്രവർത്തകരോടൊക്കെ നന്ദി അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സർവശക്തനായ ദൈവം യുണൈറ്റഡ് പെൻഡക്കോസ്റ്റൽ കൗൺസിലിനെയും അതോടൊപ്പം എന്നെയും ഒക്കെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. യുണൈറ്റഡ് പെന്തിക്കോസ്റ്റ് കൗൺസിലെ സംബന്ധിച്ചോളം പാസ്റ്റേഴ്സിൻ്റെ സഹായഹസ്തം എന്ന ഒരു പരിപാടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിനുവേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ UPയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സാജു പാസ്റ്ററാണ് ഇതിന് മുൻകൈ എടുത്തത്. ഡോക്ടർ OJ ജോൺ സാർ, OJ ജോൺ സാർ, ഇവർ രണ്ടുപേരും കൊണ്ടാണ് കൈയെടുത്തത്. നമ്മുടെ UPCയെ സംബന്ധിച്ചോളം അവശ്യത അനുഭവിക്കുന്ന ധാരാളം പെന്തിക്കോസ്റ്റ് പാസ്റ്റർമാരുണ്ട്. അവർക്ക് ഒരു കാലഘട്ടത്തിൽ തെരുവോരങ്ങളിലുമൊക്കെ സുവിശേഷം അറിയിച്ചിട്ട് പലരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കി. ഞങ്ങളുടെ പ്രവർത്തനം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. കേരളത്തിൽ ഈ സംഘടന വളരെ ശക്തമായി വളരുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം അടൂർ തെരുവോരങ്ങളിൽ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നൊരു ദൈവദാസനെ പോലീസ്
അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയുമായിട്ട് വന്നു. തീർച്ചയായിട്ടും സംഘടന ഇടപെട്ട് ഞങ്ങളെ അതിൽ നിന്ന് ആ ദൈവദാസനെ കേസിൽ നിന്ന് മോചിപ്പിക്കാനിടയാക്കി. ഇതുപോലെ കേരളത്തിലെ സമസ്ത പെന്തിക്കോസ് സമൂഹത്തിൻ്റെ വിഷയത്തിന് വേണ്ടി ഇടപെടുന്ന ഒരു സംഘടനയാണ് UPC. ഇന്ന് ബാബു പാസ്റ്ററിന് ഞങ്ങൾ 60,000 രൂപ ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പാസ്റ്റർമാരുള്ള സഹായഹസ്തത്തിൻ്റെ ഉദ്ഘാടനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ ദൈവദാസനെ കൈമാറുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും ദൈവദാസൻ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങളിത് നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ വരികയും കാണുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഒരു സഹോദരനെ പോലുള്ള എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ദൈവനാമത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനിത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ കെയർ ഓഫിൽ കർത്താവിൻ്റെ ദാസൻ സാജു പാസ്റ്റർ, ജോൺ സാറ് അവർ കളക്ട് ചെയ്ത് ഇന്ന് ഈ വീട്ടിൽ എത്തിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിൽ എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ദൈവജനത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരിക, അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുക, അതിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു കാൽവെപ്പാണ് ഇന്നിവിടെ കണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തുറന്നും പ്രാർത്ഥിക്കാം. സഹായിച്ച ദൈവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെയും വിശേഷവിധിയായി ഈ ഗോസ്ബൽ TV UPയുടെ ആഭിമുഖ്യത്തിലും ആണ് ഇത്രയും തുക കണ്ടെത്തിയത്. ഇതിന് ഏറ്റവും അധികം മുൻപന്തി നിന്ന ആൾ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം സ്വന്തം ഒരു സ്കൂൾ നടത്തി സ്വന്തം വരുമാനം കണ്ടെത്തി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഇതുകൊണ്ടൊരു നേട്ടവും അദ്ദേഹത്തിന് ഇല്ലെന്ന് എനിക്കറിയാം. അനേകം ധരിക്കും നേട്ടമുണ്ടെന്നും. അദ്ദേഹം സ്വന്തം വീട് പോലും ഇല്ലാത്ത ആളാണ്. എന്നിട്ടും ഈ ഒരു രംഗത്ത് തനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു അംശം ചിലവായിക്കൊണ്ട് വണ്ടി ഓടിച്ച് ഇവിടെ എല്ലാം യാത്ര ചെയ്യാൻ ഞാനിടയ്ക്ക് കൂടെ പോകുന്നുണ്ട്. ആരും കാര്യമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമർപ്പിതമായ വേലയുടെ ഫലമായിട്ടാണ് ഇത്രയും രൂപ കിട്ടിയത്. അദ്ദേഹത്തോട് വിശേഷാൽ നിങ്ങൾ ഫസ്റ്റ് കടപ്പെട്ടവനാണ്. ഇനിയും ആട്ടെ, ബഹുമാനപ്പെട്ട ബാബുച്ചായൻ, സാജു, നമ്മുടെ KP രാജു പാസ്റ്റർ, മറ്റ് എല്ലാ ദൈവദാസന്മാർക്കും ആർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രിയ പാസ്റ്റർക്ക് ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തുക കണ്ടെത്തി പാസ്റ്റർ സഹായിക്കാൻ പറ്റുന്നത് UPCയെ സംബന്ധിച്ചിടത്തോളം, യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ ഒരു സമയമാണ് എന്ന് ഓർപ്പിക്കുന്നതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ നടക്കുന്നത് കൊണ്ടാണ് പ്രിയ ബാബുച്ചായൻ നമ്മുടെ കൂടെ. ഇവിടെ തിരക്കൊക്കെ ഉണ്ടായിട്ട് ഒത്തിരി തിരക്കുണ്ട്, ഇലക്ഷൻ്റെ ഒക്കെ സമയം, എന്നിട്ടും ബാബുച്ചായൻ നമ്മുടെ കൂടെ ഉണ്ട്. അതിനുവേണ്ടി ഒരു നല്ല വീഡിയോ ചെയ്യാൻ നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ പ്രസിഡൻ്റായ സാജു പാസ്റ്റർ ഗോസ്ബൽ TV UP ശ്രമിക്കുകയും അത് ചെയ്യുകയോ ചെയ്തു. ഇപ്പോൾ പ്രിയ ദേവദാസൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പൈസ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ബൈബിളിൽ നമുക്കിങ്ങനെ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. പലപ്പോഴും ദൈവദാസന്മാരൊക്കെ അവരുടെ നല്ല ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു. കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഏതെങ്കിലും സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും അധ്വാനിക്കുന്നത്. പക്ഷേ അവർക്ക് ശാരീരികമായി സുഖമില്ലാതെ വരുമ്പോൾ അവരൊക്കെ വളരെ പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെയുള്ള ദൈവദാസന്മാരെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് യുണൈറ്റഡ് പെന്തക്കോസ് കൗൺസിലിൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് പ്രിയ പാസ്റ്റർ കർത്താവ് അനുഗ്രഹിക്കട്ടെ, പെട്ടെന്ന് കർത്താവ് സൗഖ്യമാക്കട്ടെ, ആരോഗ്യത്തോടെ വീണ്ടും സുവിശേഷ വേലയിൽ നിൽക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമയം ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ ഈ കൂടാരത്തിൻ്റെ തണലിൽ ഇപ്രകാരമായിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിവിടെ വന്നതിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും കർത്താവ് അറിഞ്ഞിരിക്കുകയാൽ സ്തോത്രം. ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഈ ഭവനത്തിൽ ഇപ്പോൾ ശാരീരികമായി കർത്താവെ ക്ഷീണങ്ങൾ അനുഭവിച്ച് ബലഹീനതകളൊക്കെ അനുഭവിച്ച് കഴിയുന്നതായ കർത്താവിൻ്റെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ താൻ കർത്തൃവേലയോടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ ചില നാളുകളായി താൻ ചില ശാരീരിക ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
മറ്റൊരാളുടെ ആശ്രയമില്ലാതെ തനിക്ക് തൻ്റേതായ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പറ്റാത്തതായ ഒരു സ്ഥിതിയിലേക്കായിരിക്കുന്ന വിവരത്തെക്കുറിച്ച് ബഹുമാന്യ ദൈവദാസന്മാർക്ക് കർത്താവെ അത് ബോധ്യപ്പെടുവാനിടയായല്ലോ. തൻ്റെ ഈ ഒരു വല്ലാത്ത സാഹചര്യം അറിയപ്പെട്ട് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോയതായ പ്രിയ കർത്താവേ സ്തോത്രം, സാജു സാറ് അതുപോലെ ജോൺ സാറ് അവർ ഈ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും അങ്ങനെ ദൈവമേ മറ്റു ചില കരങ്ങൾ ഈ പ്രിയപ്പെട്ടവനെ സഹായിക്കേണ്ടതിന് വേണ്ടി അത് മുൻപോട്ട് വരുവാൻ കർത്താവ് ഇടയാക്കി. ചില പ്രിയപ്പെട്ടവരുടെ അതേ കൂട്ടായ്മ ലഭിച്ചത് സാമ്പത്തികമായ സഹായം ഇന്ന് പകൽ ഇവിടെ ഞങ്ങൾക്ക് ഒന്നിച്ച് വന്ന് അത് കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന ബാബുച്ചായനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. തൻ്റെ നല്ല ദർശനങ്ങളെയും കാഴ്ചപ്പാടുകളെയും തൻ്റെ നല്ല താല്പര്യങ്ങളെയും ഇന്നുവരെ നടത്തിയ ദൈവം ഇപ്രകാരം ആരംഭിക്കപ്പെട്ട ഈ സംരംഭം മുൻപോട്ടുള്ള നാളുകളിൽ അനേകർക്ക് ഒരു ആശ്വാസമായി അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ ദൈവം ഇതിനെ വളർത്തുകയും ഇതിൻ്റെ ആവശ്യങ്ങൾ കൂടെ ഇരിക്കുകയും ചെയ്യണമേ. ബാബുച്ചായനോടൊപ്പം ഈ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇതര ദൈവഭൃത്യന്മാരുണ്ടല്ലോ, അവരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് അവരെ എല്ലാവരെയും ദർശനത്തോടെ പിന്നെയും നിർത്തണമേ. പ്രത്യേകിച്ച് കർത്താവ് സാജു സാറിനെ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നല്ലോ. ഇതിനു വേണ്ടി കരങ്ങൾ നീട്ടിയ ചില വ്യക്തികൾ ഒക്കെയുണ്ട് താൻ പറയാനിടയായി. അവരെ അവരുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. പിന്നെയും ഈ പ്രിയപ്പെട്ടവന് വേണ്ടതായ എല്ലാ സഹായവും ഉയരത്തിലെ ദൈവം തന്നെ അവിടുന്ന് അനേകൽ കൂടെ ഒരുക്കുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ക്ഷീണങ്ങൾ മാറട്ടെ, തൻ്റെ പ്രയാസങ്ങൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ. കർത്താവ് തനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹവും താല്പര്യത്തോടെ വിശ്വസ്തതയോടെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ദൈവം ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ വന്നതും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതും ഇങ്ങനെ ഒരു സാമ്പത്തിക കൂട്ടായ്മ കർത്താവെ അദ്ദേഹത്തിന് നൽകിയതും എന്നേക്കും ഒരു അനുഗ്രഹമായി മാറുവാൻ പരിശുദ്ധനായ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ഇവിടെ തലവണയ്ക്ക് എല്ലാവർക്കായും സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന് തരുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.